ഹലോ, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് ഞങ്ങള് കൊല്ലം ഫെസ്റ്റ് കാണാൻ പോയപ്പോൾ എടുത്ത കുറച്ച് ക്ലിപ്പിംഗ്സ് ആണ് കേട്ടോ. അപ്പൊ ദേ വന്ന് നേരെ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 150 റുപ്പീസും അതിന് മുകളിലേക്കുള്ളവർക്ക് 200 റുപ്പീസ് അങ്ങനെയാണ് കേട്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മളിത് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഫെസ്റ്റ് തുടങ്ങിയപ്പോൾ മുതൽ റീൽസിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സറിയൽ വാട്ടർഫോൾസ് അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്ന ഒരു വാട്ടർഫോൾസ് ആണ് കേട്ടോ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത്. നമ്മൾ ചെല്ലുമ്പോഴേക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീണ് തുടങ്ങി. രണ്ട് സൈഡിലുണ്ട് കേട്ടോ. അത് കാണാൻ ഒരു നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ ദേ ഞാനും കുട്ടികളും കൂടി ആ ഒരു വാട്ടർഫോൾസിന്റെ കുറച്ച് തണലുള്ള ഭാഗത്തായിട്ട് ഇങ്ങനെ നിന്ന് കുറച്ചു നേരം എൻജോയ് ചെയ്യാണ്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ചു നേരം നിന്നിട്ട് ഇതിലേക്ക് വന്നു. കുറെ നേരം വാട്ടർഫോൾസിന്റെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അടുത്തത് ഞങ്ങൾ പോയത് ബേർഡ്സ് പാർക്കിലേക്കാണ് കേട്ടോ. അവിടെ ദേ നമ്മൾ അങ്ങോട്ട് എൻ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ലവ് ബേർഡ്സ്, പിന്നെ മക്കാവും ഉണ്ടായിരുന്നു. സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയ ഒരു കുട്ടി മങ്കി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സ്നേക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ കൂടെ നമുക്ക് സെൽഫീസ് ഒക്കെ എടുക്കാം. അതിന് എക്സ്ട്രാ 100 റുപ്പീസ് നമ്മൾ പേ ചെയ്യണം. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ആ ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു ചാർജ് കൂടാതെ നമുക്ക് ഇതിന്റെ കൂടെയൊക്കെ ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ 100 റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യണം. അടുത്ത സെക്ഷനിലേക്ക് പോയപ്പോൾ ഇതുപോലെ കുറച്ച് ഫേക്ക് ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ ബട്ടർഫ്ലൈ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും, പിന്നെ നമ്മുടെ 360 ഡിഗ്രി ആ ഒരു ക്യാമറ ഉണ്ടല്ലോ, ആ സംഭവമൊക്കെ ആയിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ വന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്കൂബ ഡൈവർ അങ്ങനെ ഒരു ടാങ്കിൽ കിടക്കുന്ന പോലെ, അതിനകത്ത് കുറെ ഫിഷസ് ഒക്കെ ആയിട്ട് പുള്ളി ഇതേ നമ്മളെ കണ്ടപ്പോഴേക്കും കുറച്ച് ആക്റ്റീവായി. പിന്നെ അന്നുവിനോട് കുറച്ച് ഇന്ററാക്ട് ഒക്കെ ചെയ്തു. അന്നുവിന് വളരെ ഇഷ്ടമായി കേട്ടോ ആ ഒരു ഇത്. ഇങ്ങനെ ഹാർട്ടൊക്കെ കാണിച്ചു, ഇതേ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഇങ്ങനെ കുറച്ച് ട്രിക്സ് ഒക്കെ കാണിച്ചിട്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ബബിൾസ് ഒക്കെ ഇങ്ങനെ ഇത് ചെയ്ത് അങ്ങനെ കുറച്ചധികം നേരം തന്നെ അവിടെ സ്പെൻഡ് ചെയ്തു. പുള്ളിക്കാരന്റെ ട്രിക്സ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ബായ് ഒക്കെ പറഞ്ഞിട്ട് നേരെ നമ്മൾ അടുത്ത പവനിയനിലേക്ക് പോയി. അടുത്തൊരു സെക്ഷനിലും മെർമെയ്ഡ് ആയിരുന്നു. അതും വേണ്ട ഇങ്ങനെ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അവരോട് ഇന്ററാക്ട് ചെയ്ത് ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുത്ത് കുറച്ചധികം ട്രിക്സ് ഒക്കെ കാണിച്ച് അതിനിടയ്ക്കിടയ്ക്ക് ആള് മുകളിലേക്ക് പോയിട്ട് ബ്രീത്തും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേണ്ടാവും കുട്ടികളോട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാണ്. അത് ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ. ആളുടെ സ്വിമ്മിങ് സ്കിൽസ് ഒന്നും പറയാനില്ല കേട്ടോ. നല്ല അടിപൊളി സ്വിമ്മിങ് സ്കിൽസ് ഒക്കെ ആയിരുന്നു. ഒരു പ്രത്യേക രീതിയിലൊക്കെ ആയിരുന്നു കേട്ടോ സ്വിം ചെയ്യുന്നതൊക്കെ. നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ ദേ നമ്മള് ബായ് ഒക്കെ പറഞ്ഞ് പോവാണ്. അവിടുന്ന് അടുത്ത സെക്ഷനിലേക്ക് പോയപ്പോൾ ഇതുപോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ, സീ ഷെൽസ്, അതുപോലെ ഇതുപോലെ ഒരു നാവിഗേറ്റിംഗ് ബോട്ട്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നമുക്ക് അവിടെ കയറി ഇരുന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാം, വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ആസ് യൂഷ്വൽ നോർമൽ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇലക്ട്രോണിക് ഐറ്റംസ്, ഹോം ഡെക്കേഴ്സ്, ഫർണിച്ചേഴ്സ്, കുർത്തീസ്, ടോപ്സ്, ഷൂസ്, ഇഷ്ടംപോലെ ഐറ്റംസ് ഉള്ള കുറെ സ്റ്റോളുകളായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് ഫുഡിന്റെ സ്റ്റോൾസ് ഒക്കെ വന്നു. അപ്പൊ ഓൾമോസ്റ്റ് ആ ഒരു ഫെസ്റ്റിന് എൻഡിലേക്ക് വന്നു. പിന്നീട് പുറത്തേക്ക് വരുമ്പോൾ കുറച്ച് കുട്ടിക്ക് കളിക്കാനുള്ള ജയന്റ് വീൽ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആയിരുന്നു. അപ്പൊ അതിലൊന്നും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. അതും ഒക്കെ ആയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.